വെൽക്കം ടു CK മല്ലൂസ്. 25-21 എന്ന ഡ്രാമയുടെ 14-ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഇജിനാണ് തൻ്റെ ചാറ്റ് ഫ്രണ്ടായ ഇൻജോമി എന്ന് കരുതി നീയാണ് ഇൻജോൽമി എങ്കിൽ എനിക്ക് നിന്നെ സ്വന്തമാക്കിയേ പറ്റൂ എന്ന് ഹിതു പറയുന്നത് കേട്ടപ്പോൾ ഇജിൻ ശരിക്കും ഷോക്കാകുന്നു. അവൻ്റെ കയ്യിൽ നിന്ന് റോസ് താഴെ വീണ് പോകുന്നുണ്ട്. ഇൻജോൽമി നീയായിരുന്നു എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഹിതു ത്രില്ലടിച്ച് വീണ്ടും ഓരോന്ന് പറയുകയാണ്. ഇജിനിടയ്ക്ക് കയറി ഇൻജോൽമി എന്നത് യൂസർ നെയിമാണോ? ആയിരിക്കുമല്ലേ, ഞാൻ ഇൻജോമി അല്ല എന്ന് അവൻ പറയുന്നു. പക്ഷേ ഹിതുവിനത് വിശ്വാസമാകുന്നില്ല. റൈഡർ 37 ഞാനാണ് എന്നറിഞ്ഞപ്പോൾ നീ നിരാശനായോ? അതുകൊണ്ടാണോ ഇങ്ങനെ പറയുന്നതെന്ന് അവൾ ചോദിക്കുന്നു. അതുകൊണ്ടൊന്നുമല്ല, ശരിക്കും ഇൻജോൽമി ഞാനല്ല എന്നവൻ വീണ്ടും പറഞ്ഞപ്പോൾ അതങ്ങനെ ശരിയാകും. സമയവും സ്ഥലവും റോസും എല്ലാം കറക്റ്റാണല്ലോ. അത് അബദ്ധത്തിൽ സംഭവിച്ചതാണ് എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് അവൾ പറയുന്നു. ഇജിൻ യൂറിമിനെ കുറിച്ച് പറയാൻ തുടങ്ങിയെങ്കിലും ഹിതുവിൻ്റെ പുറകിൽ കുറച്ച് ദൂരെയായി പറയില്ലേ നങ്ങി കാണിച്ച് അപേക്ഷിച്ച് നിൽക്കുന്ന യൂറിമിനെ കണ്ടപ്പോൾ അവളെക്കുറിച്ച് പറയാതെ ഞാനൊരാളെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോവുകയായിരുന്നു, അയാൾക്ക് നൽകാനാണ് ഈ പൂവ് വാങ്ങിയത് എന്നവൻ കള്ളം പറയുന്നു. തനിക്ക് തെറ്റിയതാണെന്ന് ഹിതു തന്നെ വിശ്വസിക്കുന്നു. അപ്പോഴാണ് കുറച്ചു മുമ്പ് ഇജിനോട് പറഞ്ഞതിനെക്കുറിച്ച് അവൾക്ക് ബോധം വന്നത്. നാണക്കേട് കൊണ്ട് കയ്യിൽ നിന്ന് റോസ് അവൻ്റെ കയ്യിൽ പിടിച്ചേൽപ്പിച്ചിട്ട് അവൾ തിരിഞ്ഞോടുന്നു. ഇനി എന്ത് ചെയ്യുമെന്നറിയാൻ വയ്യാതെ നിൽക്കുകയാണ് യൂറിൻ. എനിക്കിന്ന് വരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞവൾ അന്ന് രാത്രി ഹിതുവിന് മെസ്സേജ് അയക്കുന്നു. കുഴപ്പമില്ല, ഞാൻ ഒരുപാട് സമയമൊന്നും വെയിറ്റ് ചെയ്തില്ല എന്ന് ഹിതു പറയുന്നുണ്ട്. ഇജിനോട് പറഞ്ഞതിൻ്റെ നാണക്കേടിലായിരുന്നു അവൾ അപ്പോഴും. മുമ്പ് തങ്ങൾ തമ്മിൽ പറഞ്ഞിട്ടുള്ളതൊക്കെ ഓർത്തു നോക്കിയപ്പോൾ ഹിതുവിനെ ഒരുപാട് വേദനിപ്പിച്ചു എന്ന് അവൾ എപ്പോഴും പറഞ്ഞിട്ടുള്ള ആ പെൺകുട്ടി താനായിരുന്നു എന്ന് യൂറിമിന് ബോധ്യമാകുന്നു. അതറിയാതെ എന്തൊക്കെയാണ് താൻ അവളോട് പറഞ്ഞിട്ടുള്ളത് എന്നോർത്ത് അവൾ സ്വയം കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇജിന്റെ മുഖത്തിന് എങ്ങനെ നോക്കുമെന്ന് ചിന്തിച്ച് ഹിതു ആകെ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണ് അമ്മ ജനലിൽ തട്ടിയിട്ട് ജനലിനിടയിലൂടെ അവളുടെ ഗോൾഡ് മെഡൽ അകത്തേക്ക് കാണിച്ചത്. അവൾ വാതിൽ തുറക്കാൻ എഴുന്നേറ്റപ്പോൾ പുറത്തേക്ക് വരണ്ട, ഞാൻ പറയുന്നത് കേട്ടാൽ മതിയെന്ന് അമ്മ വിളിച്ചു പറഞ്ഞതിനാൽ അവൾ നിൽക്കുന്നു. കോച്ച് എങ്ങാണ് ഇതെന്റെ കയ്യിൽ ഏൽപ്പിച്ചത്. ഞാനിതിനെ മോഷ്ടിച്ച മെഡൽ എന്ന് പറഞ്ഞു എന്നത് സത്യം തന്നെയാണ്. പക്ഷെ നിന്റെ അമ്മ എന്ന നിലയിൽ നീ ഇത് മോഷ്ടിച്ചതാണ് എന്ന് ഞാൻ കരുതുന്നില്ല. പ്രസ് കോൺഫറൻസിലെ നിന്റെ പെരുമാറ്റം ഞാൻ ഇപ്പോഴും എതിർക്കുന്നു. പക്ഷെ അതിന് ഈ മെഡലുമായി ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് ഇത് വാങ്ങണം എന്നവർ പറയുന്നു. ഹിതു അത് വാങ്ങുന്നുണ്ട്. ഇതെന്താ പണയം വെക്കുന്ന സ്ഥലമാണോ എന്ന് അവൾ പിറുപിറുത്തുകൊണ്ട് അവൾ കട്ടിലിൽ പോയിരുന്നത് നന്നായി നോക്കുന്നു. കഴുത്തിലിട്ടും കടിച്ചു നോക്കിയും മറ്റും ഹിതു ആദ്യമായി ആ മെഡൽ കെട്ടിയതിൽ സന്തോഷിക്കുന്നുണ്ട്. ഇജിന് അന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഹിതു രാവിലെ പറഞ്ഞതോർത്ത് ചിരി വരുന്നുണ്ട്. യൂറിം അടുത്ത ദിവസം രാവിലെ തന്നെ ഇജിനെ കാണാൻ എത്തുന്നുണ്ട്. ഞാനാണ് ഇൻജോൽമി എന്ന് പറഞ്ഞില്ലല്ലോ എന്ന് അവൾ ഒന്നുകൂടി ചോദിച്ചുറപ്പിക്കുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യും? ഞാനാണല്ലോ ഇൻജോൽമി എന്ന് ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നുന്നു. ഞാൻ അവളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആദ്യം മുതൽ ഹിതുവിനോട് പറഞ്ഞ ക്രൂരമായ വാക്കുകളൊക്കെ അവൾ ഇജിനെ പറഞ്ഞു കേൾപ്പിക്കുന്നു. നിനക്ക് എങ്ങനെ അതിന് മനസ്സ് വന്നു? അവൾ നിന്നെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു എന്ന് നിനക്കറിയാമോ എന്ന് ചോദിച്ച് ഇജിൻ വഴക്ക് പറഞ്ഞപ്പോൾ അത് മറ്റാരേക്കാളും നന്നായി എനിക്കറിയാം. രണ്ട് ഭാഗത്തു കൂടിയും അവളുടെ സ്നേഹം മുഴുവൻ പിടിച്ചെടുത്തിട്ട് ഞാൻ അവളോട് കാണിച്ചു തുറക്കുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്യുമെന്ന് അവൾ ചോദിക്കുന്നു. ഞാൻ അവളോട് സത്യം പറയാൻ പോവുകയാണെന്ന് ഇജിൻ പറഞ്ഞപ്പോൾ എനിക്ക് ഒരാഴ്ചത്തെ സമയം തരണം, ഞാൻ തന്നെ ഇത് ക്ലിയർ ചെയ്തോളാം എന്ന് യൂറിൻ പറയുന്നു. അപ്പോഴാണ് ഹിതു അതുവഴി നടന്നു വരുന്നത് അവൾ കണ്ടത്. അവൾ വേഗം കയറി ഒളിച്ചു നിൽക്കുന്നുണ്ട്. ഹിതു അടുത്ത താരായപ്പോഴാണ് ഇജിനെ കണ്ടത്. അവനെന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്കും അവൾ കാണാത്ത മട്ടിൽ തിരിഞ്ഞടക്കുന്നു. അവൾ പോയോ എന്ന് ഇജിൻ ചോദിച്ചപ്പോൾ പോയി. നീ അവളെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ അവൾ എന്നെ അവോയ്ഡ് ചെയ്യുകയാണെന്ന് തോന്നുന്നു എന്ന് അവൻ പറയുന്നു. യൂറിൻ വന്ന് ലോക്കർ റൂമിലേക്ക് ചെന്ന് കയറിയപ്പോൾ വാൾ തുടച്ച് മിനുക്കിക്കൊണ്ട് ഹിതു അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. യൂറിമിന്റെ ലോക്കറിന് മുകളിൽ ഇരിക്കുന്ന ലൂബ്രിക്കൻ്റ് ഒന്നെടുത്ത് തരുമോ എന്ന് അവൾ ഹിതുവിനോട് ചോദിച്ചെങ്കിലും അവളുടെ സ്വഭാവം വെച്ച് എടുത്തു തരില്ല എന്നറിയാവുന്നതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞ് അവൾ എഴുന്നേക്കാൻ തുടങ്ങുന്നു. പക്ഷേ ഹിതുവിനെ അമ്പരപ്പിച്ചുകൊണ്ട് യൂറിൻ വേഗം അതെടുത്ത് അവളുടെ മുന്നിൽ കൊണ്ടുവെക്കുന്നു. ഇതെന്ത് പറ്റി? കുറ്റബോധം കൊണ്ടാണോ നീ ഇങ്ങനെ പെരുമാറുന്നത്? മുമ്പൊക്കെ നിനക്കെന്നെ കാണാൻ കഴിയുന്നില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് എന്ന് ഹിതു പറഞ്ഞെങ്കിലും യൂറിൻ മറുപടി ഒന്നും പറയുന്നില്ല. യൂറിമിന്റെ ഷെൽഫിൽ ഫുൾ ഹൗസിന്റെ 16-ാം വോളിയം ഇരിക്കുന്നത് ഹിതു അപ്പോഴാണ് കണ്ടത്. യൂറിമിനെ ഒരു ജൂനിയർ സ്റ്റുഡന്റ് സ്നാക്സ് ഷോപ്പിലേക്ക് കൂട്ടിക്കൊണ്ടു പോയപ്പോൾ ഹിതുവിന് സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഫുൾ ഹൗസിന്റെ ഫൈനൽ വോളിയം പുറത്തിറങ്ങിയ കാര്യം അവൾ അപ്പോഴാണ് അറിയുന്നത്. എത്ര വേണ്ടെന്ന് വെച്ചിട്ടും അവൾ യൂറിമിന്റെ ഷെൽഫ് തുറന്ന് അതെടുത്ത് നോക്കുന്നു. പുറത്തേക്ക് പോയ യൂറിം പേഴ്സ് എടുക്കാൻ മറന്നതിനാൽ തിരിച്ചു കയറി വന്നപ്പോഴാണ് ഹിതു അത് വായിച്ചിരിക്കുന്നത് കണ്ടത്. യൂറിം കള്ളത്തരം കയ്യോടെ പിടികൂടിയതുകൊണ്ട് ഹിതു ആകെ ചമ്മുന്നുണ്ട്. അവൾ എന്തൊക്കെയോ വായിൽ വന്നതുപോലെയൊക്കെ പറഞ്ഞൊപ്പിച്ച് പുസ്തകം തിരികെ വെച്ചിട്ട് കോമിക് ബുക്ക് സ്കൂളിൽ കൊണ്ടുവരുന്നത് തെറ്റാണെന്ന് അറിയില്ലേ എന്ന് പറഞ്ഞ് യൂറിമിനെ 2 വഴക്കും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അവളത് വായിക്കുന്നതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു എന്ന് യൂറിം പറയുന്നുണ്ട്. ഹിതു പുറത്തേക്ക് ചെന്നപ്പോൾ കോച്ച് അവളെ വിളിച്ചിട്ട് യൂറിമിന്റെ കുടുംബത്തിന് എന്തോ പ്രശ്നമുണ്ട്, അവർ കുറേ ദിവസമായി ഷോപ്പ് അടച്ചിട്ട് പിന്നെ ഇന്നാണ് തുറന്നത്, എന്താണ് കാര്യമെന്നറിയാമോ എന്ന് ചോദിക്കുന്നു. ഏതോ ലോണിന് ഗ്യാരണ്ടി നിന്ന് പ്രശ്നമായതാണെന്നാണ് അറിഞ്ഞത്, കൂടുതലൊന്നും അറിയില്ല എന്ന് ഹിതു പറഞ്ഞപ്പോൾ ഇന്ന് ഉച്ചക്കാലത്തെ ട്രെയിനിങ് കഴിയുമ്പോൾ നമ്മുടെ കുട്ടികളെ എല്ലാവരെയും വിളിച്ചു കൂട്ടണം. നമ്മളിന്ന് യൂറിമിന്റെ ഷോപ്പിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്, അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് കോച്ച് അവളോട് പറയുന്നു. ഹിതു ഒഴികെയുള്ളവരെല്ലാം സന്തോഷത്തോടെയാണ് ലഞ്ചിനായി പോയത്. എല്ലാവരും ഷോപ്പിനുള്ളിലേക്ക് കയറിയപ്പോഴും ഹിതു മാത്രം വാതിൽക്ക് തന്നെ മടിച്ചു നിൽക്കുകയാണ്. തനിക്ക് ബിസിനസ് കിട്ടാൻ വേണ്ടിയാണ് കോച്ച് അവരെയും കൂട്ടി വന്നിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നതിനാൽ യൂറിമിന്റെ അമ്മ കോച്ചിന് നന്ദി പറയുന്നു. മടിച്ച് അകത്തേക്ക് കയറി ഹിതുവിനെ കണ്ടപ്പോൾ നീയാണല്ലോ എൻ്റെ മകളെ തോൽപ്പിച്ച് ഗോൾഡ് മെഡൽ തട്ടിയെടുത്തതെന്ന് ചോദിച്ച് യൂറിമിന്റെ അമ്മ തൻ്റെ ഏപ്രിനൊക്കെ ഊരി മാറ്റുന്നു. ഹിതു എന്തു ചെയ്യണമെന്നറിയാതെ ആകെ വല്ലാതെ നിൽക്കുമ്പോൾ അവർ അടുത്തേക്ക് ചെന്ന് അവളെ കെട്ടിപ്പിടിച്ച് പുറത്തു തട്ടി ആശ്വസിപ്പിച്ചുകൊണ്ട് നീ ഒരുപാട് വിഷമിച്ച് കാണുമല്ലേ, എല്ലാവരും എത്ര ക്രൂരമായാണ് നിന്നോട് പെരുമാറിയത്, നീ ഒരുപാട് പേടിച്ച് കാണുമല്ലേ എന്ന് പറഞ്ഞ് അവളെ വാത്സല്യത്തോടെ തലോടുന്നു. ഗോൾഡ് മെഡൽ വാങ്ങിയതിന് അവൾക്ക് കൺഗ്രാറ്റ്സ് പറയുന്നുമുണ്ട് അവർ.
TV സ്റ്റേഷനിൽ ഇജിൽ ഉൾപ്പെടുന്ന സ്പോർട്സ് ഡിപ്പാർട്ട്മെന്റ് അന്നത്തെ മീറ്റിംഗിൽ ഏഷ്യൻ ഗെയിംസിനെ കുറിച്ചൊരു ഡോക്യുമെന്ററി കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ഏറ്റെടുക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ എന്ന് ചീഫ് എല്ലാവരോടും ചോദിക്കുന്നു. ആരും മറുപടി പറയാതെ ഒഴിഞ്ഞിരുന്നപ്പോൾ ഞാൻ ചെയ്യാൻ തയ്യാറാണെന്ന് ഇജിൻ പറയുന്നുണ്ട്. അന്ന് ഓഫീസിൽ നിന്ന് മടങ്ങുന്ന വഴി ഇജിൻ അനിയനെ വിളിച്ച് സംസാരിക്കുന്നു. അവൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്തതിന്റെ വീഡിയോ ആ നാട്ടിലുള്ളവരെല്ലാം കാണിക്കുന്നതാണ് അമ്മയുടെയും മാമന്റെയും ഇപ്പോഴത്തെ പ്രധാന ജോലി എന്ന് അനിയൻ അവനോട് പറയുന്നുണ്ട്. അനിയനോട് സംസാരിച്ച് നടക്കുമ്പോഴാണ് ഷോപ്പിൽ നിന്ന് സാധനം വാങ്ങി ഇറങ്ങിയ ഹീതുവിനെ അവൻ കണ്ടത്. അവൾ കൈ ഉയർത്തി കാണിച്ചെങ്കിലും സ്പീഡിൽ ഓടിപ്പോകുന്നുണ്ട്. ഇജിൻ വിളിച്ചിട്ടും അവൾ നിൽക്കുന്നില്ല. വീട്ടിൽ ചെന്നിരുന്ന് അവൻ അവളെ ഫോണിൽ വിളിക്കുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തെങ്കിലും ഹീതു ഒന്നിനും റിപ്ലൈ നൽകുന്നില്ല. അടുത്ത ദിവസം ഹീതു സ്കൂളിലെത്തിയപ്പോഴാണ് അവിടെ ഇജിനും സംഘവും ക്യാമറയൊക്കെയായി വന്നിരിക്കുന്ന അവൾ കണ്ടത്. വിവരം തിരക്കിയപ്പോഴാണ് ഷൂട്ടുള്ള കാര്യം അവൾ അറിയുന്നത്. എന്നോട് ഇക്കാര്യം നേരത്തെ ഒന്ന് പറഞ്ഞുകൂടായിരുന്നു എന്നവൾ ഇജിനോട് പരാതി പറയുന്നു. പറയാൻ നീ ഒരു അവസരം തന്നിട്ട് വേണ്ടേ എന്ന് ഇജിൻ അപ്പോൾ ചോദിക്കുന്നുണ്ട്. ഡോക്യുമെന്ററിയുടെ ഡീറ്റെയിൽ ഇജിൻ രണ്ടുപേർക്കുമായി പറഞ്ഞു കൊടുക്കുന്നു. ഹീതു പക്ഷെ താല്പര്യമില്ലാത്ത രീതിയിലാണ് പ്രതികരിച്ചത്. ഞങ്ങൾ തമ്മിൽ അടുപ്പത്തിലല്ല എന്ന് നാട്ടിലുള്ളവരെ കൂടി അറിയിക്കാനാണോ? എന്നിട്ട് അവരെല്ലാം എന്നെ വീണ്ടും കൂടുതൽ വെറുക്കണോ? പരസ്പരം സ്നേഹത്തോടെ അഭിനയിക്കേണ്ടി വരുമോ? അങ്ങനെ അഭിനയിക്കാൻ ഞങ്ങൾ ആക്ടേഴ്സ് ഒന്നുമല്ല എന്നൊക്കെ അവൾ പറയുന്നു. നിനക്കെന്നെ ഒട്ടും വിശ്വാസമില്ലേ? മറ്റാരേക്കാളും കൂടുതൽ നിങ്ങളെ രണ്ടുപേരെയും എനിക്ക് നന്നായി അറിയാം. നിങ്ങൾക്ക് ദോഷം വരുന്ന രീതിയിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ഷൂട്ട് ചെയ്ത വീഡിയോ നിങ്ങളെ കാണിച്ച ശേഷം മാത്രമേ ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയുള്ളൂ എന്നെല്ലാം പറഞ്ഞ് ഇജിൻ അവളെ കൊണ്ട് സമ്മതിപ്പിക്കുന്നു. ഗ്രൗണ്ടിൽ വെച്ചുള്ള സീൻ ഷൂട്ട് ചെയ്യാനായി ബാക്കി സ്റ്റുഡൻസ് എല്ലാം പുറത്തേക്ക് പോയ ശേഷമാണ് ഹീതു റെഡിയായി ഇറങ്ങിയത്. പുറത്തേക്ക് വിടാതെ ഇജിൻ അവളെ തടഞ്ഞു നിർത്തിയിട്ട് എന്നെ അവോയ്ഡ് ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയുന്നു. ഹീതു ഒഴിഞ്ഞു മാറിപ്പോകാൻ നോക്കിയെങ്കിലും അവൻ വിടുന്നില്ല. അവസാനം നാണക്കേട് കൊണ്ടാണ് എന്നവൾ പറയുന്നു. അന്ന് നീ പറഞ്ഞതിന്റെ നാണക്കേടാണോ? ഞാൻ ഇൻജോമി ആണെന്ന് കരുതിയല്ലേ നീ അങ്ങനെ പറഞ്ഞത്? അതെന്നെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. പിന്നെ എന്താണ് പ്രശ്നം എന്നവൻ ചോദിക്കുന്നു. ഇൻജോൽമി വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ലായിരുന്നു. നീ ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ഹീതു അപ്പോൾ പറയുന്നു. അതുകൊണ്ട് ഇനി ഒരിക്കലും എന്നെ ഫേസ് ചെയ്യാതിരിക്കാനാണോ നിന്റെ പ്ലാൻ? അങ്ങനെ ഒരു ബന്ധമാണോ നമ്മൾ തമ്മിലുള്ളത് എന്നവൻ ചോദിക്കുന്നു. നമ്മൾ തമ്മിൽ എന്താണ് ബന്ധം? നീ കാരണം ഞാനൊക്കെ കൺഫ്യൂഷനിലാണ്. കാര്യങ്ങൾ ക്ലിയർ ആയിരിക്കുന്നതാണ് എനിക്ക് പൊതുവെ ഇഷ്ടം. പക്ഷേ നിന്റെ കാര്യത്തിൽ എനിക്കതിന് കഴിയുന്നില്ല. എനിക്ക് നിന്നെ ഇഷ്ടമാണ്, പക്ഷേ ഞാൻ നിനക്ക് യോജിക്കുന്ന ആളല്ല. അതൊരു കോംപ്ലക്സ് ആണ് എൻ്റെ മനസ്സിൽ. എനിക്ക് നിന്നെ എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നൊക്കെ ഹീതു ദേഷ്യവും സമൊക്കെ കലർന്ന് പറയുകയാണ്. ഇതിന് പക്ഷേ അത് കണ്ടപ്പോൾ ചിരിയാണ് വന്നത്. നീ ഇങ്ങനെ വെട്ടിത്തുറന്ന് പറയുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല എന്നവൻ ചിരിക്കിടയിൽ പറയുന്നു. ഞാൻ ടെൻഷൻ അടിച്ച് എൻ്റെ തലയിൽ ഇപ്പോൾ പൊട്ടുവന്ന പരുവത്തിലായിരിക്കുമ്പോൾ നീ ചിരിക്കുകയാണോ എന്ന് ഹീതു ചോദിക്കുന്നു. നീ ഇവിടെ നിന്ന് ടെൻഷൻ അടിച്ചോ? ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് പോകുന്നു. അവൻ്റെ മനസ്സിലെന്താണ് എന്ന് അവൾക്കൊരു പിടിയും കിട്ടുന്നില്ല. ഇജിൻ സ്കൂളിൽ നിന്ന് പെർമിഷൻ വാങ്ങുന്നതിൻ്റെ ആവശ്യത്തിന് സ്റ്റാഫ് റൂമിൽ ചെന്നപ്പോൾ സാറിൻ്റെ മേശപ്പുറത്തിരുന്ന റാങ്ക് ലിസ്റ്റ് കാണുന്നു. ഹീതുവിന് 320 റാങ്കാണ് എന്ന് കണ്ടപ്പോൾ അവൾക്കാകെ ടെൻഷൻ ഇല്ലാത്ത ഒരേ ഒരു കാര്യം ഇതാണെന്ന് തോന്നുന്നു എന്നവൻ പറയുന്നുണ്ട്. റാങ്ക് ലിസ്റ്റ് നോട്ടീസ് ബോർഡിൽ പതിപ്പിച്ചതറിഞ്ഞ് ജിവും അത് നോക്കാനായി ഓടിപ്പോകുന്നുണ്ട്. അവൻ അവിടെ നിൽക്കുമ്പോഴാണ് യൂറിമും അവിടെ എത്തിയത്. ഏറ്റവും ലാസ്റ്റ് റാങ്കായിട്ടും ജിവും ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. യൂറിമിന് സെക്കൻഡ് ലാസ്റ്റ് റാങ്ക് ആയിരുന്നു. അവരുടെ രണ്ടുപേരുടെയും പേര് മാത്രമാണ് ആ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അത് കണ്ടാണ് ജിവും ചിരിച്ചത്. അവനെക്കാര്യം യൂറിമിനോട് പറഞ്ഞപ്പോൾ ഏറ്റവും ലാസ്റ്റ് ആയതിൽ നിനക്ക് വിഷമമൊന്നുമില്ല എന്നവൾ ചോദിക്കുന്നു. ഞാൻ ഒട്ടും ശ്രമിച്ചില്ല. അപ്പോൾ പിന്നെ ഏറ്റവും പിന്നിലാകുന്നതിൽ തെറ്റൊന്നുമില്ല. പരിശ്രമിക്കാതെ മുന്നിലെത്തണമെന്ന് ആഗ്രഹിക്കുന്നതാണ് തെറ്റ് എന്ന് ജിവും കൂളായി പറയുന്നു. യൂറിം വന്ന് വീട്ടിലെത്തിയപ്പോൾ അമ്മ അവൾക്കൊരു സെൽഫോൺ സമ്മാനമായി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരെയും പോലെ സന്തോഷിക്കുന്നതിന് പകരം എനിക്കിപ്പോൾ ഫോണിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇത് തിരിച്ചു കൊടുത്തേക്ക് എന്നാണ് യൂറിം പറഞ്ഞത്. അമ്മ വീണ്ടും അവളെ നിർബന്ധിച്ചപ്പോൾ നമുക്കിപ്പോൾ ഒരുപാട് സാമ്പത്തിക പ്രശ്നമുള്ളതല്ലേ, അതിനിടയിൽ ഇതൊരു അധികപ്പറ്റാണെന്ന് അവൾ പറയുന്നു. നിനക്ക് മറ്റു കുട്ടികളെ പോലെ സന്തോഷത്തോടെ ഇത് വാങ്ങിക്കൂടെ? നിന്റെ ചിരിയെന്ന് കാണാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് വാങ്ങിയത് തന്നെ. പണത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ എൻ്റെ ഫീലിങ്സിനെ കുറിച്ച് നിനക്കൊന്ന് ചിന്തിച്ചുകൂടെ? കാശിൻ്റെ കാര്യം ഓർത്ത് മകളെ വിഷമിപ്പിക്കേണ്ടി വരുന്ന ഒരമ്മയായതിൽ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ അമ്മ അവളോട് പറഞ്ഞപ്പോൾ ഫീലിങ്സ് കൊണ്ട് എന്താണ് ഗുണം? നമ്മുടെ ബാധ്യതയൊന്നും തീർക്കാൻ ഫീലിങ്സിന് കഴിയില്ലല്ലോ എന്ന് യൂറിം പറയുന്നു. അടുത്ത ദിവസം TV സ്റ്റേഷനിൽ ഡോക്യുമെന്ററിയെ കുറിച്ചുള്ള മീറ്റിംഗിൽ ഏഷ്യൻ ഗെയിംസിലെ ചർച്ചാ വിഷയമായ അവസാന മൂവ്മെന്റിനെ ബേസ് ചെയ്ത് ഡോക്യുമെന്ററി തുടങ്ങിയാലോ, അത് കൂടുതൽ പേരെ ആകർഷിക്കും എന്നൊരു സീനിയർ അഭിപ്രായപ്പെടുന്നു. പക്ഷേ അത് ഉൾപ്പെടുത്തിയാൽ ഹിതുവിൻ്റെ ഗോൾഡ് മെഡൽ നമ്മൾ അംഗീകരിക്കുന്നില്ല എന്നതാവും എൻ്റെ അർത്ഥം. സ്പോർട്സിനെ അങ്ങനെ ചൂഷണം ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഇജിൻ അതിനെ ശക്തമായി എതിർക്കുന്നു. അന്ന് രാത്രി ഇജിൻ ബസ്സിൽ നിന്നിറങ്ങിയപ്പോൾ എമർജൻസി ഒരു റിപ്പോർട്ടിംഗ് നടത്തണമെന്ന് പറഞ്ഞ് അവന് കോൾ വരുന്നതിനാൽ അവൻ വീട്ടിലേക്ക് ഓടുന്നു. ഹീതു വീടിനടുത്തെത്താറായപ്പോഴാണ് ഇജിൻ ഓടി വരുന്നത് കണ്ടത്. അവൻ നിൽക്കാതെ ഓടുന്നത് കണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അവൾ അന്വേഷിക്കുന്നു. ഫോണിലൂടെ ന്യൂസ് റിപ്പോർട്ട് ചെയ്യാനുണ്ട്, പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞ് അവൻ വീണ്ടും ഓടാൻ തുടങ്ങിയപ്പോൾ ന്യൂസിന് വേണ്ടിയല്ലേ ഇവിടുത്തെ ഫോൺ ഉപയോഗിച്ചോ എന്ന് പറഞ്ഞ് ഹീതു അവനെ അകത്തേക്ക് വിളിക്കുന്നു. സമയം കുറവായിരുന്നതിനാൽ ഹീതു അവന് പുറകെ ചെല്ലുന്നു. അവൻ ഫോണിലരികിരുന്ന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അവൾ അവന് വെള്ളം കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഇജിൻ റിപ്പോർട്ടിംഗ് നടത്തുന്ന ഹീതു കുറച്ച് മാറിയെന്ന് കാണുന്നു. റിപ്പോർട്ടിംഗ് കഴിഞ്ഞപ്പോൾ അവൻ അവൾക്ക് നന്ദി പറയുന്നു. ഞാൻ വീട് വരെ ഓടിയിട്ട് ചെയ്യാനായിരുന്നെങ്കിൽ എല്ലാം കുളമായനെ എന്നവൻ പറയുന്നു. ഹീതുവിനെ കളിയാക്കാനായി നമ്മുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പിന്നെ നീ ചിന്തിച്ചു എന്നവൻ ചോദിക്കുന്നു. നമ്മുടെ റിലേഷൻഷിപ്പ് എന്താണ് എന്ന് പറയാൻ പറ്റിയ ഒരു വാക്ക് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഫ്രണ്ട്സ്, ലവേഴ്സ് ഇതൊന്നും അതിന് ചേരില്ല. അതുകൊണ്ട് നമുക്ക് പുതുതായി പേര് കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞ് ഹീതു മുന്നിൽ കണ്ടതിൻ്റെയൊക്കെ പേര് പറയുന്നു. അവൾ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ റെയിൻബോ എന്ന വാക്കാണ് അവൻ കൂടുതൽ ഇഷ്ടപ്പെട്ടത്.
ഇനി ഇതുപോലെ എന്നെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കരുത്. എനിക്കത് ഇഷ്ടമല്ല. നീ എന്നെ പലതവണ എൻ്റെ സ്വന്തം കാലിൽ നിൽക്കാൻ സഹായിച്ചതാണ്. നീ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തേ പറ്റൂ എന്നവൻ പറഞ്ഞപ്പോൾ ഹീതു മറുപടിയൊന്നും പറയുന്നില്ല. ഇജിൻ യാത്ര പറഞ്ഞ് പോകാൻ തുടങ്ങിയപ്പോൾ അവൾ അവൻ്റെ കയ്യിൽ പിടിച്ച് നിർത്തിയിട്ട് നമ്മുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുന്നു. അതെന്തായാലും റെയിൻബോ അല്ല എന്ന് പറഞ്ഞ് അവൾ പിടിച്ചിരുന്ന കൈ എടുത്ത് മാറ്റിയിട്ട് അവൻ തിരിച്ച് അവളുടെ കയ്യിൽ പിടിച്ചെന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്കും വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് രണ്ടുപേരും ഞെട്ടി പിടിപെടുന്നു. വാതിൽ തുറന്ന് കയറി വന്ന മാഡം ഹീതുവിൻ്റെ അമ്മയാണ് എന്നറിഞ്ഞ് ഇജിൻ ഞെട്ടി നിൽക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.